അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരു സമയമായിരുന്നു കോവിഡ് കാലം. അതിനുശേഷം സ്കൂളുകൾ റീഓപ്പൺ ചെയ്തു, എന്നിട്ടും എൻ്റെ സാലറി ഇൻക്രീസ് ചെയ്തില്ലായിരുന്നത്. വളരെ തുച്ഛമായ ഒരു ശമ്പളമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എനിക്ക് ഗവൺമെൻറ് ജോലി ഉടനെ വേണം എന്ന് തീരുമാനിക്കുകയും എൻ്റെ ഫ്രണ്ട് ദീപ എന്ന് പറയും, ആ കുട്ടിയാണ് വിളിച്ച് എന്നോട് പറഞ്ഞത് ഇങ്ങനെ HSC നാച്ചുറൽ സയൻസ് ഉണ്ട്, അപ്ലൈ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പം ആ കോവിഡ് കാലം എന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വളരെയധികം അസുഖം കൂടിയ ഒരു സമയമായിരുന്നു. അമ്മയ്ക്ക് അൽഷിമേഴ്സ് ആയിരുന്നു. അപ്പം അമ്മ ഒരു ഭാഗത്ത് ഇരിക്കില്ല, ഇങ്ങനെ പോകും, വീട് വിട്ടൊക്കെ ഓടി പോകും, എവിടെയെങ്കിലും വീടിന് കിടക്കും, നമ്മൾ എടുക്കാൻ പോകണം. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാനും അച്ഛനും ചേർന്നിട്ടാണ് അമ്മയെ കുളിപ്പിക്കലും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ ഞാനും അച്ഛനും ചേർന്നിട്ടാണ് ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാനസികമായിട്ടും കുറേ തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. വീട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് തീരെ കഴിഞ്ഞിട്ടും അമ്മ 5 വിഷമിച്ച് അതുപോയി കിടക്കൽ, അച്ഛൻ എവിടെയും പോകാൻ പറ്റാതെയും അതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രിയും പകൽ പഠിച്ചു അങ്ങനെ ആയിട്ട് പഠിപ്പ് കൊണ്ടുവന്നിട്ട് എത്തിച്ചു. അത് പഠിക്കണം ഒരേ ചിന്തയിലായിരുന്നു ഇരുന്നത്. രാത്രിയും പകലും രാത്രി 12 മണി വരെയും പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ മുന്നേറിയിട്ട് വരാൻ തന്നെ കാരണം.